വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ അവഗണിക്കാനാണോ മുസ്ലിം ലീഗിന്റെ തീരുമാനം? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കാരണം പിന്നെ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഇലക്ഷനിൽ ജനം 100% തള്ളിക്കളഞ്ഞ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ അവരുടെ പ്രതികരണം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ എന്താ ഈ വലിയ പരാമർശം, വലിയ വർഗീയത എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളാപ്പള്ളി എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മറുപടി അർഹിക്കാത്തതുകൊണ്ടും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചതുകൊണ്ടും ഞങ്ങൾ മറുപടി പറയുന്നില്ല. അതാണ് അതിലുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ്. അത് അവഗണിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അവഗണിക്കുകയാണ്. കാരണം വർഗീയത കേരളം വെച്ച് ഉറപ്പിക്കൂല. അത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാ പ്രതികരിക്കേണ്ട ആവശ്യം? വെറുതെ നിങ്ങളിതിന് സമയം കളയരുത്. നിങ്ങളോട് ഞാൻ പറയാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അജണ്ട, അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായി ഒരു നിശ്ചിത സമയത്ത് UDFൻ്റെ ആ മാനിഫെസ്റ്റോ, ഞങ്ങളുടെ പരിപാടി പുറത്തു വരും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കാണുന്ന ഒരു പെർഫെക്റ്റ് പരിപാടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ തിരിയേണ്ടത് അതിലേക്കാണ്. കാരണം 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് സോഴ്സ് ഒക്കെ ഇല്ലാതായിരിക്കുകയാണ്. ആ ഫണ്ട് സോഴ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പണം വേണം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ, അത് ഉണ്ടാക്കി അത് ചെലവാക്കാൻ, സംസ്ഥാന ബഡ്ജറ്റിനെ ശക്തിപ്പെടുത്തി അത് ചെലവാക്കാൻ അതിനെക്കുറിച്ച് ഒരു നൈപുണ്യം ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ അവതരിപ്പിക്കും.